ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഞാൻ തന്നെ ഈവനിങ് വ്ളോഗും മോർണിംഗ് വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും ഷോപ്പിംഗ് വ്ളോഗൊക്കെ എടുത്ത് മടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇന്നലെ യൂട്യൂബിൽ വുഡ് യു റാദർ എന്ന് പറഞ്ഞൊരു ഗെയിമിൻ്റെ ഒരു വീഡിയോ കണ്ടത്. കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതെടുക്കാം ഇന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട് എന്താ പറയുക, കെഞ്ചി ദീപുവേട്ടനെ പിടിച്ചുകൂടി ഇരുത്തിയിട്ടുണ്ട്. ദീപുവേട്ട എന്തേലും പറയും. ഇതിനെ വളരെ ഫ്രഷ് കണ്ടന്റ് ആയതുകൊണ്ട് അങ്ങനല്ല, എല്ലാരും ചെയ്തെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാണ്ട് നിൽക്കുമ്പോൾ അതൊരു ഫ്രഷ് തന്നെയാണല്ലോ. അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ അപ്പം ഇന്നത്തെ ഒരു ഗെയിം വുഡ് യു റാദർ എന്നുള്ളൊരു ഗെയിമാണ്. അതിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ വുഡ് യു റാദർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 250-275 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞാനൊന്ന് വായിക്കും, 2 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലിപ്പോൾ ഞാൻ ഏതാണോ പറയുന്നത്, ഏതാണോ എനിക്ക് സ്യൂട്ട് ആവുന്ന വെച്ചാൽ എനിക്കത് പറയാം. ദീപുവേട്ടൻ ഏതാ പറയാൻ തോന്നുന്ന വെച്ചാൽ ദീപുവേട്ടൻ പറയും. ചിലതിൻ്റെയൊക്കെ റീസൺസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് പറയാം. അപ്പം നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? പോവാം. ഫസ്റ്റ് ആരാ വായിക്കുന്നത്? ഫസ്റ്റ് ഞാൻ. Would you rather have the ability to see 10 minutes into the future or 150 years into the future? 150. എന്തുകൊണ്ടാ 150 കൊല്ലം? എന്തുകൊണ്ടാ 150 കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻ എങ്ങനെയാണ്, നല്ല രീതിയിലാണെന്നൊക്കെ നോക്കിയിട്ട് ഫ്യൂച്ചർ ജനറേഷൻ വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാമല്ലോ. നല്ലൊരു തീരുമാനമാണ്. ഞാനും 150 എന്ന് വെച്ചാൽ 150 വരെ കാണേണ്ടിയിട്ടല്ല. 10 മിനിറ്റ്സ് കണ്ടതിനെ കൊണ്ട് കാര്യമില്ല. 10 മിനിറ്റ്സിൽ ഞാൻ ഈ വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്ത് പോലും കഴിയാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഒരു 150 ഒരു കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭാവിയിൽ എനിക്ക് എത്ര കുട്ടികളുണ്ട്, ഏത് കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ എന്നാ നോക്കോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് ചെറുപ്പത്തിലെ അവരോട് നമുക്ക് പെരുമാറൊക്കെ ചെയ്യാലോ. അപ്പോൾ എനിക്ക് 150 ആണ്. ഓക്കെ, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. Would you rather have a 1-minute conversation with your past self or your future self? ഫ്യൂച്ചർ സെൽഫ്. എന്തുകൊണ്ട്? പാസ്റ്റ് എന്തായാലും എനിക്ക് അറിയുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കഴിഞ്ഞു പോയി. പിന്നെ അതിനോട് സംസാരിച്ചിട്ട് എന്ത് കിട്ടാനും? ഭാവിനോട് സംസാരിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഭാവിയിലെങ്കിലും ഞാൻ നന്നാവും. ചാൻസ് കുറവാ. നിങ്ങളോ? ഞാനും ഫ്യൂച്ചർ തന്നെയല്ലേ. ഫ്യൂച്ചർ ആയാലും പാസ്റ്റ് ആയാലും നമുക്ക് ഫിലോസഫി വേണ്ട. എന്നാലും ഫ്യൂച്ചർ സെൽഫ്, നമ്മൾ ഫ്യൂച്ചറിൽ എന്താവും എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. എല്ലാരും ഒരുവിധം ഫ്യൂച്ചർ തന്നെ ആയിരിക്കുമല്ലോ. വുഡ് യു റാദർ ബി ഫോഴ്സ്ഡ് ടു സിംഗ് അലോങ് ഓർ ഡാൻസ് ടു എവറി സിംഗിൾ സോങ് യു ഹിയർ? ഫോഴ്സ് ടു സിംഗ് അലോങ്. ഒന്ന് പാട്. വേണ്ടല്ലോ, ഇപ്പൊ ഫോഴ്സ് ചെയ്യുന്ന കാര്യമില്ലല്ലോ പറഞ്ഞത്. അല്ല, അതൊരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ ആകുമ്പോ നിങ്ങൾക്ക് ഞാൻ ഫോഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പാടണല്ലോ. സിംഗ് അലോങ് എന്ന് പറയുമ്പോ ഒരാൾ പാടുമ്പോ കൂടെ പാടാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ പാടാം, നിങ്ങളുടെ കൂടെ പാടാം. ഞാന് ഡാൻസ് ടു എവറി സിംഗിൾ സോങ്. കാരണം എനിക്ക് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും പാട്ട് കിട്ടും എനിക്ക് തന്നെ ഇങ്ങനെയാണ് തുള്ളാൻ തോന്നും. അപ്പൊ പിന്നെ അതായത് ഇത് ഫുഡിനെ പറ്റിയാവും അടുത്തൊരു ചോദ്യം. വുഡ് യു റാദർ ഈറ്റ് ഓൺലി ബർഗർ ഫോർ എ വീക്ക് ഓർ ഓൺലി ഐസ്ക്രീം ഫോർ എ വീക്ക്? ബർഗറാ? എനിക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ബർഗർ ലോഞ്ചിലെ ഏതായിരുന്നു, ജംബോ ബീഫ് ബർഗർ. എനിക്ക് തിന്നതോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഹോസ്റ്റലിൽ ഉള്ള ടൈം ഇവിടെ കാലിക്കട്ട് തന്നെയായിരുന്നു. അന്ന് ഞാൻ ഫാനായതാ. പിന്നെ ഞാനിങ്ങനെ വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം ഓപ്ഷൻ ആക്കുകയാണെങ്കിലോ? പക്ഷേ എങ്കിൽ ഐസ്ക്രീം ഇപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്ക് തൊണ്ടവേദന എടുക്കും, തണുപ്പ് പിടിക്കും, പിന്നെ നമുക്ക് അതേ കഴിക്കാൻ പറ്റില്ല. അപ്പം ബെറ്റർ. നിങ്ങൾക്കോ? ഞാൻ ഒബ്വിയസ്ലി ബർഗർ. കാരണം എനിക്ക് ഒന്നാമത് തണുപ്പ് അധികം പറ്റില്ല, അതുകൊണ്ട് ഐസ്ക്രീം. ഇവിടെ അടിയാ, എനിക്ക് AC ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കുറച്ച് AC ഇടുമ്പോഴേക്കിട്ട് ഒരു ഫുള്ള് മൂടി പൊതിച്ചിട്ട് ഇവർക്ക് അത്ര തണുപ്പാ, എനക്കാണ് ഭയങ്കര ചൂടുവാ. അപ്പൊ അടുത്തത് ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്. വുഡ് യു റാദർ have another 10 years with your partner
or a one night stand with your celebrity crush? ആദ്യം സെലിബ്രിറ്റി ക്രഷ് ആരാന്ന് പറയും? സെലിബ്രിറ്റി എന്ന് പറയുമ്പോ നമുക്ക് മോളിവുഡ് ആണോ ബോളിവുഡ് ആണോ ഹോളിവുഡ് ആരെയെങ്കിലും ആണോ? പറയും, ആരേലും ആയിക്കോട്ടെ. ചിലപ്പോ നമുക്ക് ബോളിവുഡില് പറയാം കിയാറ അഡ്വാനി. പക്ഷെ എന്താ എന്റെ കൂടെ 10 കൊല്ലം ജീവിക്കോ അതോ ഒരു ദിവസം ഓളോ ഇവിടെ? നിന്റെ കൂടെ 10 അല്ല അതിലും കൂടുതൽ കൊല്ലോ. ഞാൻ മാറ്റി പറഞ്ഞ കുഴപ്പമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാനും 10 കൊല്ലം ജീവിക്കാം. എന്റെ സെലിബ്രിറ്റി ക്രഷ് സൂര്യ. ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ കണ്ടു. സൂര്യ ലുലു മോളിലും കാട്ടാൻ വന്നിട്ടുള്ള ഇത്ര പ്രാവശ്യം ഞാൻ കണ്ടേ അറിയോ ചിരിയൊക്കെ. നീ സിദ്ധാർത്ഥിനെ പറയായിരിക്കുന്നു. പക്ഷെ എനിക്ക് ബോളിവുഡ് വേണ്ട. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു മ്യൂസിക്കൽ ക്വസ്റ്റ്യൻ ആണ്. മ്യൂസിക്കൽ അല്ല. വുഡ് യു റാദർ ലിവ് ഇൻ എ വേൾഡ് വിത്തൗട്ട് മ്യൂസിക് ഓർ എ വേൾഡ് വിത്തൗട്ട് മൂവീസ്? പാട്ടില്ലാത്ത ലോകമാണോ സിനിമയില്ലാത്ത ലോകമാണോ? സിനിമയില്ലാത്ത ലോകം. സിനിമയില്ലാത്ത ലോകം. പാട്ട് എപ്പോഴും കേൾക്കില്ലെങ്കിൽ നമുക്കിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്കൊരു പാട്ട് കേൾക്കാൻ തോന്നുമല്ലോ. സിനിമ പിന്നെ കുറച്ച് സമയം കാണും. ഇപ്പൊ നമ്മളിപ്പോ 2 സിനിമ കണ്ടിന്യൂസ് ആയി കാണുമ്പോൾ നമുക്ക് തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങും. എനിക്ക് എല്ലാവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പൊ അതിൽ നല്ലത് നമുക്കിങ്ങനെ പാട്ടാകുമ്പോൾ മൂഡൊക്കെ എനിക്ക് വേഗം മൂഡൗട്ടൊക്കെ കഴിക്കാൻ മൂഡ് ചേഞ്ച് ആവാൻ പാട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനും പിന്നെ ദിവസവും ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴും ഇയർഫോൺ വെച്ച് പാട്ടും കേട്ടിട്ടാണ് ഞാൻ ദിവസവും ചീത്ത പറയും. 2 സൈഡിലും ഇയർഫോൺ വെച്ചിട്ടാണ് പോകുക. പാട്ടില്ലാതെ പറ്റില്ല, പ്രത്യേകിച്ച് ലോങ് ട്രാവലൊക്കെ ആവുമ്പോ മസ്റ്റാ. ഞാനല്ലേ വുഡ് യു റേദർ ലോസ് യുവർ സൈറ്റ് ഓർ യുവർ മെമ്മറീസ്? ചിന്തിക്കേണ്ടിയിരിക്കും. എനിക്ക് ചിന്തിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. മെമ്മറീസ് സെയിം. കണ്ണ് കാണാണ്ടൊക്കെ എങ്ങനെ ജീവിക്കുക? പ്രത്യേകിച്ച് കാഴ്ച. അതായത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം കണ്ടോണ്ടിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം കാണാണ്ടാവുക എന്ന് പറയുമ്പം അതിൽ നല്ലത് മെമ്മറീസ്. കുറേ നമുക്ക് മോശം മെമ്മറീസും ഉണ്ടാവും, നല്ലതിനെക്കാളും കൂടുതൽ ഒരു പക്ഷേ മോശമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊക്കെ മറന്നു കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ജീവിതം. നൈസ്. ഞാൻ ഇവരൊക്കെ മറന്നു, പിന്നെ പുതിയ ആരെങ്കിലും കല്യാണമൊക്കെ കഴിക്കും. നിങ്ങൾ ലാസ്റ്റ് പുതിയ മെമ്മറിയിൽ എന്നാ പരതി പിടിച്ച് വരുത്തായിരിക്കും. മറ്റേ ഏത് മൂവി ആയിരുന്നു നമ്മുടെ രാംചരന്റെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന കാച്ചലൊക്കെ വളരായിരുന്നു അതില്? അതേതായിരുന്നു? ധീര. ധീര. ഇനി യു. ഇനി അടുത്തത്, would you rather be covered in hair or have no hair at all? അയ്യോ ടാസ്ക്. അതെ, കവേർഡ് ഇൻ ഹെയർ. കുഴപ്പമില്ല, നമുക്ക് ട്രിം ഒക്കെ ചെയ്യാലോ. വേണ്ടാത്തടുത്ത് ഒഴിവാക്കി കൊടുക്കാമല്ലോ അല്ലേ? സെയിം അല്ലേ? അതെ, സെയിം. പക്ഷെ നോ ഹെയർ ആണുങ്ങൾക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നോ ഹെയർ ആണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ പെണ്ണുങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. അടുത്തത് ഞാൻ. വുഡ് യു റേദർ ലേബർ അണ്ടർ എ ഹോട്ട് സൺ ഓർ എക്സ്ട്രീം കോൾഡ്? ലേബർ അണ്ടർ ഹോട്ട് സൺ ഓർ എക്സ്ട്രീം കോൾഡിനെക്കാട്ടിലും നല്ലത് കുറച്ച് ചൂടില് പണിയെടുക്കുന്നതാണ്. എക്സ്ട്രീം കോൾഡ്. ഞാൻ തണുത്ത് മരവിച്ചാലും സാരിയില്ല, എനിക്ക് ചൂട് സഹിക്കാനാവില്ല. ഇപ്പം തന്നെ അതവിടെ ഒക്കെ കുരുവാ. ഇപ്പൊ കാലാവസ്ഥ മാറിയോണ്ട് കുരു വന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞത് സൂര്യപ്രകാശം കൊണ്ടിട്ടാണ്. എനിക്ക് ഭയങ്കര ചൂടാ. കുറച്ച് ചെറിയ ചൂടാണെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ വേർത്തോണ്ടിരിക്കും. അറിയില്ല ഗൈസ്. എനിക്ക് പിന്നെ തണുപ്പ് പറ്റാത്തോണ്ടായിരിക്കും എനിക്ക് ആ ഒരു തോട്ട് വന്നത്. ഓക്കെ, പബ്ജി കളിക്കാൻ മെസ്സേജ് വരുന്നുണ്ട് ഗൈസ്. പബ്ജി അഡിക്റ്റ്. Would you rather not brush your teeth for a week or not take a shower for 2 weeks? എനിക്ക് കുളിക്കാണ്ടിരിക്കാനാവൂല. ജസ്റ്റ് വായൊക്കെ കഴുകാലോ. പനിച്ചാല് വരെ എനിക്ക് കുളിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരൂല. അങ്ങനെ കുറെ ചെറിയ ചെറിയ സൈക്കോ തിങ്സ് ഒക്കെ ഉണ്ട്. നിങ്ങള് വെറുതെ പറയാ, കുളിക്കാണ്ടിരിക്കുക അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പല്ലേ കണ്ടാൽ കുഴപ്പമില്ലല്ലോ. 2,000 അഡ്ജസ്റ്റാ. ഞാൻ. വുഡ് യു റേദർ ഹാവ് എ പേഴ്സണൽ മെയ്ഡ് ഓർ എ പേഴ്സണൽ ഷെഫ്? പേഴ്സണൽ മെയ്ഡ് ഓർ പേഴ്സണൽ ഷെഫ് അല്ലേ? പേഴ്സണൽ മെയ്ഡ്. പേഴ്സണൽ മെയ്ഡ് എന്തുകൊണ്ടാന്ന് വെച്ചാല് അടുക്കി പെറുക്കി ഒക്കെ വൃത്തിയാക്കാതാണ് കൂടുതലൊരു മെനക്കേടുള്ള പണി. കുക്കിംഗ്. അയ്യോ അത് ശരിയല്ലേ. എന്നാൽ അയ്യോ എനിക്ക് അടുക്കി പെറുക്കി വെക്കാൻ ഇഷ്ടാ. ഫുൾ ഇങ്ങനെ നീറ്റ് ഉള്ള സാധനം അതേ സ്ഥലത്ത് കൊണ്ടുവെക്കുക. പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാനും ഇഷ്ടം. പക്ഷെ എനിക്ക് ദിവസവും കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. എന്തെങ്കിലും നല്ല സ്പെഷ്യൽ. ഞാൻ ഷെഫ്.
ഞാൻ മെയ്ഡ്. കാരണം കുക്കിംഗ് ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ വലിയ ചിക്കൻ പ്രശ്നമില്ല. കറി വെക്കാറിയ, കഞ്ഞി വെക്കാറിയ. ചിക്കൻ ഇല്ലാണ്ട് അവർക്ക് ചിന്തിച്ചൂടെ, ചിക്കൻ ഇല്ലാത്തൊരു വേൾഡ്. അപ്പൊ പിന്നെ അത് രണ്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് കുക്ക് ചെയ്ത് തൊട്ട ആള് ഞാൻ പറഞ്ഞു കൊടുക്കാം, എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഇടയ്ക്ക് നിങ്ങൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാലോ. ഷെഫ് ഉണ്ടെന്ന് വെച്ച് ഞാൻ കുക്ക് ചെയ്യാൻ പാടില്ലാന്നൊന്നും ഇല്ലല്ലോ. Okay, അടുത്ത ഞാനാക്കാം. Would you rather be remembered in history book for doing something terrible or be completely forgotten after you die? കംപ്ലീറ്റ്ലി ഫോർഗോട്ടൺ ആഫ്റ്റർ ഡൈ. ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ഹിസ്റ്ററി പഠിച്ചിട്ട് തീരുന്നില്ല. അയ്യോ, ഞാനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഞാൻ +1 +2 കൊമേഴ്സ്, പക്ഷെ 10th വരെ എനിക്ക് ഹിസ്റ്ററിയിൽ എത്ര ആളെ നമുക്ക് ഓർത്ത് വെക്കാനുള്ളേ. ഇനി അതിൻ്റെ കൂടെ ഞാനും കൂടി ആയിട്ട് പിള്ളേരെ കഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല ഗൈസ്. ഇവിടെ ഞെട്ടിപ്പോയ ആൻസർ കേട്ടിട്ട് പറയും. ഞാന് ആൾക്കാരെ ഓർമ്മിച്ചോട്ടെ. Terrible things ആ. അതെ, ടെറിബിൾ ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എത്ര ആൾക്കാര്, ഹിറ്റ്ലർ, ജംഗീസ് ഖാൻ, അങ്ങനെ കുറെ ആൾക്കാരില്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ, നാലാളെ അറിയട്ടെ. എന്നെ ആരും അറിഞ്ഞിട്ടില്ല എനിക്ക് കുഴപ്പം. അങ്ങനെയല്ല, ഹിസ്റ്ററിയിൽ അങ്ങനെയാണ് എന്നെ കൊണ്ട് പഠിക്കാനൊന്നും കാര്യങ്ങൾ വേണ്ട. പക്ഷെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ അറിഞ്ഞിരിക്കണല്ലോ. മരിച്ചതിന്റെ അവരൊക്കെ മറന്നു പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ വുഡ് യു റാദർ വോമിറ്റ് ഓൺ യുവർ ഹീറോ ഓർ ഹാവ് യുവർ ഹീറോ വോമിറ്റ് ഓൺ യു? അങ്ങോട്ട് നമ്മളങ്ങോട്ട് വൊമിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ആൾ ഇങ്ങോട്ട് ഹീറോ ആയാലും ആരായാലും സെലിബ്രിറ്റി ക്രഷ് ആണെങ്കിൽ പോലും ഇനിയിപ്പോ വേണേ നിലത്തുള്ളത് വേണമെങ്കിൽ കോരിക്കളയാം. പക്ഷെ മേലേക്ക് ഞാൻ അവിടെ കിടന്നോട്ടെ, എന്നെ കൊണ്ട് ഇതൊന്നാവൂലേ. അത് കണ്ട ഞാനും കൂടി ചിലപ്പോ ഛർദിക്കും. പിന്നെ രണ്ടും കൂടി ഞാൻ കോരണ്ടി, അതിൽ നല്ല തടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതാ. Would you rather have super weird dreams forever or never dream again? Weird dreams forever. എനിക്ക് സ്വപ്നം, അടക്കൊക്കെ സ്വപ്നം കണ്ടാലേ രസമുള്ളൂ ജീവിതത്തിൽ. തീരില്ലാണ്ട് എങ്ങനെയാ? ഞാൻ നെവർ ഡ്രീം. നമ്മളൊരു സ്വപ്നം ഇല്ലാണ്ട് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങി പിന്നെ ഫുൾ കട്ട് രാവിലെ എണീക്കുക. സ്വപ്നം കണ്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഞെട്ടി എണീക്കലൊന്നുമില്ല. ഞാൻ വിയേർഡായിട്ടുള്ള സ്വപ്നമൊക്കെ കാണലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണും. പിന്നെ ചില സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്താ ചില മൂവി ക്യാരക്ടേഴ്സും ബാക്കി ലൈഫിൽ നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ കൂടി മിക്സ് ആയിട്ട് ഓരോ സ്റ്റോറിയൊക്കെ ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യാം, രാവിലെ അമ്മ മറന്നു പോയിക്കോളും. ഡിനോസർ ഓടിക്കുന്നതൊക്കെ ഞാനും ഡിനോസർ പറക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പറക്കുന്നല്ല, ഞാൻ കുറെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും, പക്ഷെ പറ്റൂല, വീഴും. കുഴപ്പമില്ല, ഞാൻ വീട് കണ്ടോ. ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് ചോദിക്കാം. വുഡ് യു റേദർ വിയർ ദ സെയിം സോക്സ് ഫോർ എ മന്ത് ഓർ ദ സെയിം അണ്ടർവെയർ ഫോർ എ വീക്ക്? അതൊക്കെ രണ്ടും പറ്റൂല. പക്ഷെ അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ എന്തായാലും ഞാൻ സോക്സ് ഇടയില്ല. ഞാനും ഷൂ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഒരു സോക്സ് ഞാൻ സോക്സ് സെലക്ട് ചെയ്തു. എനിക്ക് അണ്ടർവെയർ ഒന്നും ഒരാഴ്ച ഞാൻ വിടും, കുഴപ്പമൊന്നുമില്ല. തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ടാ മതിയല്ലോ. ബോയ്സ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ, അതൊക്കെ ഞാൻ വെറുതെ ട്രൈ ചെയ്തിട്ടില്ല. അടുത്തത് ദിബട്ടൻ. കുറെ കമന്റ്സ് വരുന്നുണ്ട് ഗൈസ് ഇടക്കിടക്ക്. ദിബട്ടൻ ഫാൻസ് സിമ്പിൾ. ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ കുറെ കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. വേറെ ഓഫീസിലുള്ള ആൾക്കാരെ ഞാൻ വേറെ ആരുമല്ല. അടുത്തത് വുഡ് യു റാദർ ഗിവ് അപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ? ഗിവ് അപ്പ്. ബ്രേക്ക്ഫാസ്റ്റ്. രാത്രി എനിക്ക് വിശന്നിട്ട് ഉറങ്ങാനാവൂല. ശരിയാ. രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് പച്ചവെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. ഉച്ചക്ക് ലഞ്ചെങ്കിലും കഴിക്കാനുള്ള സമയമെന്ന് വിചാരിക്കാം. ഡിന്നർ ടാസ്കാ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാം. വുഡ് യു റാദർ ഓൾവേസ് ബി 10 minutes late or always be 20 minutes early? 20 minutes early. 20 minutes early. എനിക്ക് ലേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ട് ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനിട്ട് അവർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ വിചാരിക്കും നാന്ന് ഇത്ര സമയം ഇവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ മടുപ്പിക്കുന്നത് നല്ലതല്ല. മാച്ച് പക്ഷെ ഇടയ്ക്ക് ലേറ്റ് ആവാറുണ്ട് കേട്ടോ. എടക്കോ അത് ഞാൻ പറയാണ്ടിരിക്കുന്നത് നല്ലത്. ഞാൻ റെഡിയായി ഇരുന്നിട്ട് എനിക്ക് ദേഷ്യം വരൂ. Would you rather be more attractive or more intelligent? ഭംഗി വേണോ ബുദ്ധി വേണോ? ബുദ്ധി. ഇന്റലിജന്റ്. അട്രാക്റ്റീവ് ആവണോ? വേണ്ട, ഇന്റലിജന്റ് ആയാൽ മതി. എന്നാലേ നമുക്ക് മറ്റുള്ളവരുടെ നമുക്ക് തീരെ ബുദ്ധി ഇല്ലെങ്കിൽ സത്യം വേണം നമ്മളോട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരോട് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. അറ്റ്ലീസ്റ്റ് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് അവരോട് അതേപോലെ പെരുമാറാലോ. ഇന്റലിജൻസ്. ഞാനല്ലേ. Would you rather
Spend a week in the forest or a night in a real haunted house? റിയൽ ഹോണ്ടഡ് ഹൗസ് അല്ലെങ്കിൽ ഫോറസ്റ്റ്? ഫോറസ്റ്റ്. ഫോറസ്റ്റ്. അയ്യോ, ഞാൻ ഹൊറർ മൂവി ഒക്കെ അത് എങ്ങനെയാ കാണുക, അത്ര പേടിയാ എനിക്ക്. കാട്ടില് പിന്നെയും വേണം. റിയൽ അല്ലാതൊരു ഹോണ്ടഡ് ഹൗസ് ആണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. വെറുതെ ഒരാളാണ് പറയാൻ തൊട്ടെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അവിടെ പോവില്ല. Would you rather give the perfect gift or receive it? Receive it. എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഇഷ്ടം. എനിക്ക് ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ഇഷ്ടം. ബർത്ത്ഡേ ആകുമ്പോൾ ഞാൻ വിചാരിക്കും എന്താ പറയാ, ഇപ്പൊ അധികം ആൾക്കാരോ നമ്മൾക്ക് ഇപ്പൊ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകണമെങ്കിൽ നമ്മളീ കുട്ടിയിലേ പോവാ. പക്ഷെ അല്ലാണ്ട് ഞാൻ വിചാരിക്കും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഒന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ലേ, ഞാൻ നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റ് എന്താ? സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ? നിങ്ങൾക്ക് സർപ്രൈസ്. സർപ്രൈസ് ഞാൻ പറഞ്ഞു നിനക്ക് എന്തൊക്കെയാ ഗിഫ്റ്റുകൾ വേണ്ടേന്നുള്ളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അത് കൊടുത്തപ്പോ സർപ്രൈസ് കുറച്ച് പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നതിൽ വെച്ചാൽ കുറച്ചൊക്കെ സർപ്രൈസ് അധികമായി. ഞാനത് would you rather have a pause or a rewind button in your life? പോസ് ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? റിവൈൻഡ് ചെയ്തിട്ട് പഴയതൊന്നുകൂടി അങ്ങനെയാണ് റിവൈൻഡ് ചെയ്യാനുള്ള. പോസ് ചെയ്ത് വെച്ചോണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഇല്ലല്ലോ. ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങും. എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടം. Would you rather be born as an animal or an insect? ഇൻസെക്റ്റ് ആയ എല്ലാരും അടിച്ചു കൊല്ലൂലേ കൊതുക് കഴിക്കഴിഞ്ഞാല്? ആനിമൽ. തവളയോ? സാറല്ല ആനിമൽ. ഞാൻ ആനിമൽ. നമുക്ക് വല്ല സിംഹമൊക്കെ ആവാലോ. ഞാൻ ചോദിക്കേ, would you rather always have a full phone battery or a full gas tank? ഗ്യാസ് ടാങ്ക് ഇപ്പൊ ഗ്യാസ് ടാങ്ക് ഉദ്ദേശിക്കുന്നത് വണ്ടിനെ പെട്രോൾ ടാങ്ക് ആണ്, അല്ലാതെ അതന്നെ. എനിക്ക് ഫുൾ ഫോൺ ബാറ്ററി മതിയോ? ഈ ഫോൺ ചാർജ് വെച്ച് ചാടിച്ച് എനിക്ക് മതിയാവും എപ്പോഴും. ഫുൾ ഗ്യാസ് ടാങ്ക് അതാകുമ്പോ നമുക്ക് കൊറേ ട്രിപ്പ് പോവല്ലോ. കാറിന്റെ അകത്ത് നമുക്ക് ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് കാറിന്റെ അകത്ത് ചാർജ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ദീപാട്ടിന് ഫുൾ ഗ്യാസ് ടാങ്ക് ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് ഫുൾ ബാറ്ററി. Would you rather be 20 for the rest of your life or 40? അതായത് 20 വയസ്സിൽ എപ്പോഴും നിൽക്കണോ അല്ലെ 40 വയസ്സ്? അറിയാലോ, 20 എന്നൊക്കെ പറയുമ്പോ വീട്ടുകാരെ ചെലവിൽ സുഖമായി 3 നേരം തിന്നിങ്ങനെ ജീവിക്കാം. ഞാൻ 40. അതാകുമ്പോ അധികം പ്രായവും അല്ല, എന്നുവെച്ചാ നന്ന ചെറുപ്പവും അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ വരുമാനം. എനിക്ക് അത്ര മെച്യൂരിറ്റി ഒന്നുമില്ല, എനിക്ക് 20 വയസ്സ് മതി. ഞാൻ വുഡ് യു റാദർ ബി ഫോഴ്സ്ഡ് ടു ലിവ് ദ സെയിം ഡേ ഓവർ ആൻഡ് ഓവർ അഗൈൻ ഫോർ എ ഫുൾ ഇയർ ഓർ ടേക്ക് 3 years ഓഫ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ്? സെയിം ഡേ ഓവർ ആൻഡ് ഓവർ എന്ന് പറയുമ്പോൾ അത് ഏത് ദിവസമാണ് അനുസരിച്ചിരിക്കും. നല്ല ദിവസമാണെങ്കിൽ സെയിം ഡേ കുഴപ്പമില്ല. അതായത് രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുന്നു, രാവിലെ നല്ല എന്താ കഴിക്കുക, നല്ല വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയും ഇഷ്ടമാണ്, അതൊക്കെ കഴിച്ച് ഉച്ചക്ക് നല്ല ചോറും നല്ല മോരൊഴിച്ച കറിയും ചീര ഉപ്പേരിയും അയക്കൂറ ഫ്രൈ ഒക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും കിടന്നുറങ്ങി, അത് വിട്ടുപോയി. പിന്നെ ഒരു സ്നാക്കൊക്കെ കഴിച്ച് രാത്രി ആകുമ്പോഴേക്കും നല്ല ബിരിയാണിയോ കുഴിമന്തിയോ ഒക്കെ കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ലാസ്റ്റത്തെ 3 വർഷം. അതെ, 3 പോട്ടെ, അറിയുന്നില്ലല്ലോ. Would you rather know how you die or when you die? Know how you die. When you die എന്നൊക്കെ അറിഞ്ഞിട്ട് അയ്യോ ഞാനിപ്പം മരിക്കും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നില്ലെന്നുള്ളത് ഞാൻ എങ്ങനെ മരിക്കുന്ന നോക്കുന്നതല്ലേ. പക്ഷെ how you die എന്നുള്ളത് നമ്മൾ വണ്ടി അടിച്ചിട്ടാ മരിക്കുന്ന കാര്യം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ആവലാതിരിക്കുമല്ലോ. മറ്റേ വെൻ എന്നറിയാണെങ്കിൽ ഇന്ന ഡേറ്റ് വരെ മാത്രം നമ്മൾ പേടിച്ച് നിന്നാൽ മതി, അന്ന് മാത്രം നമ്മൾ ഒന്ന് കെയർഫുൾ ആയാൽ മതിയല്ലോ. ശരിയാ, വെന്യൂ ഡേ ആണെങ്കിൽ നമുക്ക് അപ്ലേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മളെ കയ്യിലുള്ള പൈസയൊക്കെ അന്നത്തേക്ക് മൊത്തം തീർത്ത് ഫുഡ് അടിച്ചത്. ഐ അഗ്രി. ഞാനല്ലേ, വുഡ് യു റാദർ നെവർ ഈറ്റ് വാട്ടർമെലോൺ എവർ അഗെയിൻ ഓർ ബി ഫോഴ്സ്ഡ് ടു ഈറ്റ് വാട്ടർമെലോൺ വിത്ത് എവറി മീൽ? എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എല്ലാ മീലിലും ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിക്കാണ്ടിരുന്നോളാം, കാരണം ഇടക്കിടക്ക് പോയി മൂത്രയിക്കണം, എന്നെ കൊണ്ടാവൂല. അല്ലേ
ശരിക്കും എല്ലാവർക്കും അറിയുന്നില്ല. നമ്മൾ മറ്റേ ബത്തൊക്കെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും, കാരണം നമ്മുടെ ബോഡിയിൽ കൂടുതൽ വാട്ടർ കണ്ടന്റ് വരികയല്ലേ. Would you rather die in 20 years with no regret or live to 100 with a lot of regret? 20 years with no regrets. എനിക്കറിയില്ല ഇങ്ങനെ അയ്യോ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രതികരിക്കാണ്ടൊക്കെ നിന്ന്, പക്ഷെ എനിക്ക് പ്രതികരിക്കേണ്ട കാര്യമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല. അതേപോലെ റിഗ്രറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്ക്, 20 വർഷം ഒരു റിഗ്രറ്റും ഇല്ലാണ്ട് നല്ല സുഖമായി ജീവിച്ചിട്ട് ചാവുക. ഞാൻ 100 വർഷം റിഗ്രറ്റ്സ് ഉണ്ടെങ്കിലും എന്നെങ്ങനെ എഫക്ട് ചെയ്യില്ല. അതായത് മനുഷ്യ പറ്റില്ല, അതാണ് അല്ല, അതുകൊണ്ടല്ല, നമ്മള് മനസ്സിൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടെങ്കിലും അത് അവിടെ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ നിന്നോളൂ. നോർമലായിട്ട് അങ്ങനെ ജീവിക്കാം, 100 കൊല്ലം ജീവിക്കാമല്ലോ. അടുത്തത് എന്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. വുഡ് യു റാദർ ഓവർ സ്ലീപ് എവറി ഡേ ഫോർ എ വീക്ക് ഓർ നോട്ട് ഗെറ്റ് എനി സ്ലീപ് അറ്റ് ഓൾ ഫോർ 4 days? ഓവർ സ്ലീപ്പ് ഉറപ്പല്ലേ, ഇത് ഉറങ്ങാതെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് പക്ഷെ ഉറങ്ങിയാലേ ഉറക്കത്തിന് എണീക്കാൻ മടിയുള്ളൂ. ഉറങ്ങിയിട്ടില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ എനിക്ക് അതെ അല്ല, ഞാൻ എന്തായാലും ഓവർ സ്ലീപ്പ് ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പൊ ഏകദേശം ഞാൻ ഷൂട്ട് ചെയ്ത് വന്ന് 26 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് എത്രയാവും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീട്ടിലങ്ങനെ കസിൻസ് ഒക്കെ കൂടുമ്പോൾ കളിക്കാൻ പറ്റിയൊരു ഗെയിം അല്ലേ ഇത്? വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാവർക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. അപ്പം വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ